നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഓർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്സർഫസ് വാട്ടർ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇപ്പം ഇൻ കേസ് ഇവിടെ റെയിൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്നോഫോൾ ഉണ്ടായി, അപ്പൊ എന്താ സംഭവിക്കുക? ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലാണ് അല്ലെ. വാട്ടർ ഇൻഫിൽട്രേറ്റ് ആയിട്ട് താഴോട്ടേക്ക് പോകും അപ് ടു എവിടം വരെ? ലാസ്റ്റ് ഒരു ഇംപെർമിയബിൾ ബെഡ് റോക്ക് ഉണ്ടാവും. നമ്മൾ സോയിലിന്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഗ്രൗണ്ട് ലെവൽ കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് എന്തുണ്ടാവും? ഇംപെർമിയബിൾ ബെഡ് റോക്ക് ഉണ്ടാവും. സോ വാട്ടർ ഇൻഫിൽട്രേറ്റ് ആയി പോയി ലാസ്റ്റ് ഇംപെർമിയബിൾ ബെഡ് റോക്ക് വരെ അതിന് മൂവ് ചെയ്യാൻ പറ്റും. വാട്ടറിന് ഇൻഫിൽട്രേറ്റ് ആവാം. ആഫ്റ്റർ ദാറ്റ് എന്തുണ്ടാവില്ല, അതിന് ഫർദർ സീപ്പേജ് ഇസ് നോട്ട് പോസിബിൾ അല്ലെ. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൗണ്ട് ലെവലിന്റെയും ഇംപെർമിയബിൾ ബെഡ് റോക്കിന്റെയും ഇടയ്ക്കില്ലേ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൗണ്ട് ലെവലിന്റെയും ഇംപെർമിയബിൾ ബെഡ് റോക്കിന്റെയും ഇടയ്ക്ക് ഈ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് സോൺ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 സോൺസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടാവും, സോൺ ഓഫ് എയറേഷൻ. സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ നമുക്കതിനെ വെഡോസ് സോൺ എന്ന് വിളിക്കാം. വെഡോസ് സോൺ. ഓക്കെ, ആൻഡ് സെക്കൻഡ് സോൺ ആണ് സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഫ്രിയാറ്റിക് സോൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഈ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 സോൺ. ഫസ്റ്റ് സോൺ ഈസ് സോൺ ഓഫ് എയറേഷൻ ഓർ വെഡോസ് സോൺ ആൻഡ് സെക്കൻഡ് സോൺ ഈസ് സോൺ ഓഫ് സാച്ചുറേഷൻ ഓർ ഫ്രിയാറ്റിക് സോൺ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സോൺ ഓഫ് എയറേഷൻ എന്താന്ന് നോക്കാം. സോൺ ഓഫ് എയറേഷൻ. ഓക്കെ, സോൺ ഓഫ് എയറേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? നെയിമിൽ തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എയർ വോയിഡ്സ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് അല്ലെ. അതായത് വാട്ടർ ഇൻഫിൽട്രേറ്റ് ആയിട്ട് പോവാണ്. റെയിൻ ഉണ്ടായി അല്ലെങ്കിൽ സ്നോ കാരണം ആ ഒരു വാട്ടർ മോളിക്യൂൾസ് ഇൻഫിൽട്രേറ്റ് ആയിട്ട് പോവാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അവിടുത്തെ സോയില് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് സാച്ചുറേറ്റഡ് ആവും, കുറച്ച് എയർ വോയിഡ്സ് കാണും. സോ ഈ സോൺ ഓഫ് എയറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എയർ വോയിഡ്സ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ്. ആ ഒരു സോണിനെയാണ് സോൺ ഓഫ് എയറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ സോൺ ഓഫ് എയറേഷൻ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സോൺ ഓഫ് എയറേഷനെ തന്നെ അല്ലെങ്കിൽ സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ വെഡോസ് സോണിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോയിൽ വാട്ടർ സോൺ, വെഡോസ് സോൺ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സോൺ എന്ന് വിളിക്കും കേട്ടോ. വെഡോസ് സോൺ തന്നെയാണ് ഇന്റർമീഡിയറ്റ് സോൺ എന്ന് വിളിക്കുന്നത്. ഓർ കാപ്പിലറി സോൺ. ഇതാണ് മൂന്ന് മെയിൻ സബ് കാറ്റഗറി ഓഫ് ഏതാണ് വെഡോസ് വാട്ടർ അല്ലെങ്കിൽ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സോയിൽ വാട്ടർ സോൺ. സോ എന്താണ്, നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് സോൺ ആണ് ഉള്ളത് എന്ന് പഠിച്ചു. സോൺ ഓഫ് എയറേഷനും സോൺ ഓഫ് സാച്ചുറേഷനും. അതിൽ സോൺ ഓഫ് എയറേഷനെ തന്നെ നമ്മൾ മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോയിൽ വാട്ടർ സോൺ, വെഡോസ് സോൺ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സോൺ അല്ലെങ്കിൽ കാപ്പിലറി സോൺ. ഓക്കെ, ഇനി ഈ ഒരു സോയിൽ വാട്ടർ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇവിടെയാണല്ലോ നമ്മളെ ഗ്രൗണ്ട് ലെവൽ കിടക്കുന്നത്. സോ ഗ്രൗണ്ട് ലെവലിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ലെയറിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ സോൺ എന്ന് വിളിക്കുക. ഓക്കെ, ഗ്രൗണ്ട് ലെവലിന്റെ തൊട്ട് താഴെ കിടക്കുന്നതിനെയാണ് സോയിൽ വാട്ടർ സോൺ എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോയിലിന്റെയും വാട്ടറിന്റെയും മിക്സ് ആയിരിക്കും ഈ ഒരു ലെയറിൽ കാണുക. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഏത് ടൈപ്പിലുള്ള വാട്ടർ ആണ് ഉണ്ടാവുക? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ് ഈ ഒരു സോണിൽ ഉണ്ടാവുക. ഹൈഗ്രോസ്കോപ്പിക് ട്ടോ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ് ഈ ഒരു സോയിൽ വാട്ടർ സോണിൽ ഉണ്ടാവുക. കേട്ടല്ലോ? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാട്ടർ വിച്ച് ക്യാൻ ബി റിമൂവ് ഓൺലി ബൈ മീൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പം ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാട്ടർ എന്താണ് വിച്ച് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ മീൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
ആ ഒരു വാട്ടർ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈപ്പ് വാട്ടറിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് സോൺ അല്ലെങ്കിൽ വെഡോ സോൺ എന്നൊക്കെ വിളിക്കുന്നത്. ഇന്റർമീഡിയറ്റ് സോൺ അല്ലെങ്കിൽ വെഡോ സോൺ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത്? കാപ്പിലറി സോൺ അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയും നമ്മൾ. കാപ്പിലറി ഫ്രിഞ്ച് ഓർ കാപ്പിലറി സോൺ. ഓക്കെ, ഈ കാപ്പിലറി സോൺ എന്ന് പറയുന്നത് നമുക്ക് ഇറിഗേഷനിലൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വരുന്ന സെമസ്റ്ററിലൊക്കെ പഠിക്കും. ഓക്കെ, കാപ്പിലറി സോൺ എന്ന് പറഞ്ഞാൽ ഇറിഗേഷനിലൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും കാപ്പിലറി സോൺ. അതായത് ഈ പ്ലാന്റ്സിന്റെ യൂസ്ഫുൾ വാട്ടർ എന്ന് പറയുന്നത് കാപ്പിലറി വാട്ടർ ആണ്. ഓക്കെ, അതായത് കാപ്പിലറി വാട്ടറിൽ നിന്നാണ് പ്ലാന്റ്സിന്റെ റൂട്ട് വാട്ടർ എടുക്കുന്നത് ഈ കാപ്പിലറി സോണിന്. ഓക്കെ, സോ ഇൻ കാപ്പിലറി സോൺ the water would exist within the pressure that is below the atmospheric pressure ആയിരിക്കും. Okay, and the capillary zone receive the water from the zone of saturation. ഈ ഒരു zone of saturation ആയിരിക്കും ഈ capillary zoneക്ക് വാട്ടർ എടുക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? The capillary zone receive water from the zone of saturation. ഇവിടം വരെ zone of aeration ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ലെയർ ആണ് എന്ത്? സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പം ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ ഒരു ലെയർ, ദാറ്റ് ഈസ് സോൺ ഓഫ് എയറേഷനെയും സോൺ ഓഫ് ഗ്രൗണ്ട് വാട്ടറിനെയും അല്ലെങ്കിൽ സോൺ ഓഫ് സാച്ചുറേഷനെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ലെയർ ആണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. വാട്ടർ ടേബിൾ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ദ അപ്പർ ലിമിറ്റ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ. അതായത് സോൺ ഓഫ് സാച്ചുറേഷന്റെ തൊട്ട് മേലെയുള്ള, ഓക്കെ, തൊട്ട് മേലെയുള്ള ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഈ വാട്ടർ ടേബിളിന്റെ എന്താണ്? ഈ വാട്ടർ ടേബിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? അത് അവിടുത്തെ ഒരു എലിവേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനത്തെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദ ഏരിയ ഡിസൈഡ് ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ടേബിൾ. എല്ലാ സ്ഥലത്തും ഒരേ ഷേപ്പിലായിരിക്കണമെന്നില്ല വാട്ടർ ടേബിൾ ഉണ്ടാവുന്നത്. ഓക്കെ, എന്താണ്? ദാറ്റ് ഈസ് ദ എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദ ഏരിയ ഡിസൈഡ് ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ടേബിൾ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ലെവൽ ഓഫ് വാട്ടർ ടേബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ മെയിൻലി ദ റേറ്റ് ഓഫ് precipitation ഇൻ ദാറ്റ് ഏരിയ. അപ്പം കൂടുതലായിട്ട് മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിൽ വാട്ടർ ടേബിളിന്റെ ആ ഒരു ഡെപ്തിൽ വേരിയേഷൻ വരാം. ഇൻ കേസ് വാട്ടർ ടേബിൾ ചെറുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ precipitation റേറ്റ് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെഡോ സോണിന്റെയും അതുപോലെ തന്നെ സോൺ ഓഫ് എയറേഷന്റെയും സോൺ ഓഫ് സാച്ചുറേഷന്റെയും ഇൻ ബിറ്റ്വീൻ ലെയർ ആണ് വാട്ടർ ടേബിൾ ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? സോൺ ഓഫ് എയറേഷൻ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് മിക്സ്ചർ ഓഫ് എയർ വോൾസും വാട്ടർ മോളിക്യൂൾസും. ദെൻ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ദാറ്റ് ഈസ് അവിടുത്തെ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് പോർസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ ഇൻഫിൽട്രേറ്റ് ആയിട്ട് താഴെ ഈ ഒരു ഇംപെർമിയബിൾ സ്ട്രാറ്റം വരെ പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം സീപ്പേജ് ഈസ് നോട്ട് പോസിബിൾ അല്ലെ? അപ്പം ഇവിടെയാണ് ഈ വാട്ടർ വന്നിട്ട് നിൽക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സോൺ ഓഫ് സാച്ചുറേഷന്റെ ബൗണ്ടറിനെയാണ് നമ്മൾ പ്രിയാറ്റിക് ലൈൻ എന്ന് വിളിക്കുക. ബൗണ്ടറിനെയാണ് പ്രിയാറ്റിക് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രിയാറ്റിക് ലൈൻ. സോ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ വാട്ടർ ടേബിൾ എത്തുന്നവരെ കുഴിക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്താ ഈ വാട്ടർ ടേബിൾ എത്തുന്നവരെ ദാറ്റ് ഈസ് പ്രിയാറ്റിക് ലൈൻ വരെയാണ് നമ്മൾ സാധാരണ കുഴിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതർ വേ വി ക്യാൻ സേ ദാറ്റ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കോയിൻസൈഡ് വിത്ത് പ്രിയാറ്റിക് ലൈൻ അല്ലെ? അങ്ങനെയും പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ സോൺ ഓഫ് എയറേഷൻ അതുപോലെ തന്നെ നമ്മൾ സോൺ ഓഫ് സാച്ചുറേഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് രണ്ട് സോൺസ് ഉണ്ട് മെയിൻ ആയിട്ട്. സോൺ ഓഫ് എയറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സോൺ ഓഫ് സാച്ചുറേഷൻ ഉണ്ട്. സോൺ ഓഫ് എയറേഷനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സോയിൽ വാട്ടർ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ ആൻഡ് കാപ്പിലറി സോൺ. ഓക്കെ, അപ്പം എക്സാമിന് എഴുതുന്ന സമയത്ത് ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, നിങ്ങൾ ഈ എഴുതുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫിഗർ വരയ്ക്കുക. ദെൻ ആദ്യം നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ഈ 3 ലെയർ കൂടി ചേർന്നാണ് സോൺ ഓഫ് എയറേഷൻ. ദെൻ ലാസ്റ്റ് വരുന്നത് സോൺ ഓഫ് സാച്ചുറേഷൻ. അതാണ് വരുന്ന സ്ലൈഡിലൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഓരോന്നും എന്താന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്റർമീഡിയറ്റ് വെഡോസോൺ, ഇന്റർമീഡിയറ്റ് സോൺ അല്ലെങ്കിൽ വെഡോസോണിനെ നമ്മൾ എന്താണ്, ഇറ്റ് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ബിലോ ദ സോയിൽ വാട്ടർ അല്ലെ. ദാറ്റ് ഈസ് സോയിൽ സോണിന്റെയും അതുപോലെ തന്നെ കാപ്പിലറി ഫ്രിഞ്ച് അല്ലെങ്കിൽ കാപ്പിലറി സോണിന്റെയും ഇടയ്ക്കുള്ള സോണിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ടർ ഇൻ ദിസ് സോൺ ഇസ് മൂവിംഗ് ഡൗൺവേർഡ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇന്റർമീഡിയറ്റ് സോൺ എന്ന് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ് വാട്ടർ ഈസ് മൂവിംഗ് ഡൗൺവേർഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഓഫ് സ്മോൾ തിക്നെസ് ആൻഡ് മേ ബി ആബ്സെന്റ് ഇൻ സം കേസസ്. ഓക്കെ, സ്മോൾ തിക്നെസ്സിലാണ് സാധാരണ കാണപ്പെടാറ്, അതുപോലെ തന്നെ ചില കേസിൽ ആബ്സെന്റ് ആയിന്നും വരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് വരുന്നത് കാപ്പിലറി സോൺ ആണ്. നമ്മൾ കാപ്പിലറി സോൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ വാട്ടർ ടേബിൾ, വാട്ടർ ടേബിളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് നത്തിങ് ബട്ട് ദ അപ്പർ ലിമിറ്റ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ ആണ്. പിന്നെ പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദാറ്റ് ഏരിയ ഡിസൈഡ്സ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ടേബിൾ. അതുപോലെ തന്നെ ലെവൽ ഓഫ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ മെയിൻലി ദ റേറ്റ് ഓഫ് precipitation ഇൻ ദാറ്റ് ഏരിയ. ഓക്കെ, അപ്പൊ ആ 3 ലെയറിന്റെ കാര്യം പറയാം, ദെൻ വാട്ടർ ടേബിളിന്റെ കാര്യം പറയാം, ലാസ്റ്റ് നിങ്ങൾ സോൺ ഓഫ് സാച്ചുറേഷൻ ആ ഒരു ലെയറിനെ പറ്റിയിട്ടും പറയാം. സോൺ ഓഫ് സാച്ചുറേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലാ വോയിഡ്സും കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്. ഓക്കെ, ഓൾ ഇൻഡസ്ട്രീസ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇതിനാണ് നമ്മൾ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഫിഗർ വരച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് ഓരോ ലെയർ ആയിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.